പല മലയാളികൾ തന്നെയാണ് മലയാളികളെ പറ്റിക്കണേന്നുള്ള ഒത്തിരി ന്യൂസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ എഗ്രിമെൻറ്റിൽ ഒരു വലിയൊരു അബദ്ധം ഉണ്ടായിരുന്നു. അത് കാണാതെയാണ് ഞാൻ ടെനൻസി എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തതും. എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റുമ്പോൾ ഈ ഒരാൾക്കടെ മേത്തേക്ക് എടുത്തിടുന്ന സംഭവമുണ്ട്. അതായത് A to Z നമ്മൾ വായിക്കുക, പറ്റുമെങ്കിൽ ഒരാളെ കാണിക്കുകയും കൂടെ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകണ UK എങ്ങനെ അക്കോമഡേഷൻ എടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. കാര്യം കഴിഞ്ഞ 3 വർഷത്തിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് 4ാമത്തെ അക്കോമഡേഷനാണ്. 5ാമത്തേലോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് ഒരേ സ്ഥലത്ത് ജോലി കിട്ടി. ആദ്യം വന്നപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്നു, പിന്നെ മക്കളെ കൊണ്ടുവന്നു. വൈഫിന് വാറിങ്ടണിൽ ജോലി കിട്ടി, ഇപ്പോൾ സിംഗിൾ അക്കോമഡേഷൻ എടുത്തു. ഇപ്പം ഞാനും വാറിങ്ടണിലോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു ഫാമിലി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ 5 അക്കോമഡേഷൻ എടുത്ത എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകണം. ഞാനല്ല സംസാരിക്കണം, റൂമിൻ്റെ കാര്യമെല്ലാം നമ്മുടെ വൈഫാണ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ വൈഫിന് നിങ്ങളോട് കുറച്ച് ടിപ്സ് പറയാനുണ്ട്, കേട്ടു നോക്ക്. എന്താണെങ്കിലും ഇൻഫോർമേറ്റീവ് ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അക്കോമഡേഷൻ എടുക്കാം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഒക്കെ എങ്ങനെ റീസണബിൾ ആയിട്ട് റീഫണ്ട് ചെയ്ത് മേടിക്കാം, അങ്ങനെ അക്കോമഡേഷനെ പറ്റിയിട്ടുള്ള ഒരു A to Z വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ച കുറച്ച് ടെൻഷനും കാര്യങ്ങളും എല്ലാം അക്കോമഡേഷൻ ബേസ് ചെയ്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ പല വെബ്സൈറ്റുകളുണ്ട് അക്കോമഡേഷൻ സെർച്ച് ചെയ്യാനായിട്ട്. സൂപ്ല, റൈറ്റ് മൂവ്, സ്പെയർ റൂം, പ്രോപ്പർട്ടി ഓൺ മാർക്കറ്റ്, അങ്ങനെ പല പല അക്കോമഡേഷൻ സൈറ്റുകൾ. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ഒരു ഏരിയ, ഏത് ഏരിയയിലാണോ വേണ്ടിയത് അതിനനുസരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു അക്കോമഡേഷൻ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ അതിൻ്റെ ഒരു വ്യൂവിങ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു അക്കോമഡേഷൻ നമ്മൾ കൗൺസിൽ ടാക്സ് എന്ന് പറയുന്ന സാധനം അടയ്ക്കണം. അപ്പം ഓൾമോസ്റ്റ് എല്ലാ അക്കോമഡേഷനും തന്നെ ബിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കുകയില്ല. അപ്പോൾ ബിൽസിൽ ഫസ്റ്റ് വരുന്ന സാധനമാണ് കൗൺസിൽ ടാക്സ്. അപ്പം ആ അക്കോമഡേഷൻ ഏത് ബാൻഡിലാണ് വരുന്നതെന്ന് ഉറപ്പിച്ച്, അതൊരു വലിയ ബാൻഡിൽ വരുന്ന ഒരു അക്കോമഡേഷൻ ആണെങ്കിൽ മാക്സിമം അത് എടുക്കാതെ ഒരു ബാൻഡ് A, B ആ ഒരു കാറ്റഗറിയിലുള്ള അക്കോമഡേഷൻ എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു അക്കോമഡേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ വ്യൂവിങ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് നമ്മളത് എടുക്കുന്ന ടൈമിൽ അവരൊരു എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അക്കോമഡേഷനിൽ അവിടെ താമസിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസം മുന്നേ നമുക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെയധികം എല്ലാ കാര്യത്തിലും കോഷ്യസ് ആയിട്ടൊക്കെ ചെയ്തെങ്കിലും എൻ്റെ എഗ്രിമെൻറ്റിൽ ഒരു വലിയൊരു അബദ്ധം ഉണ്ടായിരുന്നു. അത് കാണാതെയാണ് ഞാൻ ടെനൻസി എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തതും. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ്, നമ്മൾ ഏകദേശം 6 മന്തിലേക്കായിരുന്നു എഗ്രിമെൻറ്റ് എടുത്തിരുന്നത്. ഈ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തെ തെറ്റ് നമുക്ക് മനസ്സിലായതും അവരുമായിട്ട് നമ്മൾ ടെനൻറ്റുമായിട്ട് നമ്മൾ സംസാരിച്ചതും. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാനിപ്പം ജോലി കിട്ടി വാരിങ്ടണിലോട്ട് വന്നു. അപ്പോൾ ഇവിടോട്ട് വന്നപ്പോൾ നമ്മൾ 6 മന്തിലേക്ക് മതി, അതായത് ഒരു മിനിമം ഷോർട്ട് ടേം ടെനൻസി മതി എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഞാൻ മാത്രമേ വരുന്നുള്ളൂ, ഒരു സിംഗിൾ റൂമാണിത്. അപ്പോൾ അത് കാരണം അങ്ങനെ എടുത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾ എഗ്രിമെൻറ്റ് എഴുതിയപ്പോഴും എല്ലാം 6 മന്താണ് ഞാൻ കണ്ടിരുന്നതും. നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ അവിടെ അവരൊരു തീയതി കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അക്കോമഡേഷൻ എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് October 18 ആയിരുന്നു. എക്സ്പയറി എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു 17th October എന്ന് മാത്രം, ഇയർ ഇല്ലയെന്ന് ഓർക്കണം. 17th October, നമ്മൾ ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചേക്കാം, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം 18th October 2024 ആണ് നമ്മുടെ ടെനൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. എക്സ്പയർ എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്നത് 17th October, അത്രയേ ഉള്ളൂ. പിന്നെ മാസം അടയ്ക്കണം എന്നുള്ള ഒരു ടേമാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി, എൻ്റെ ഇംഗ്ലീഷിൻ്റെ അറിവ് കുറവാണോ എന്ന് എനിക്കറിയില്ല, ഞാനത് വിചാരിച്ചത് നമ്മൾ പേയ്മെൻറ്റ് എല്ലാ മാസവും ചെയ്യേണ്ട ഡേറ്റ് ആയിരിക്കും, അതായിരിക്കും നമുക്ക് മാക്സിമം പേയ്മെൻറ്റ് ഡിലേ ആവാണ്ട് അടയ്ക്കാൻ പറ്റുന്ന ഡേറ്റ് എന്ന് ഓർത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നിടത്ത് അവർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ടെനൻസി നമ്മൾ നിർത്തുവാണ്, അതായത് നമ്മൾ മുന്നോട്ട് റിന്യൂ ചെയ്യുന്നില്ല, 6 മന്ത്സിലേക്ക് മതി എന്നും പറഞ്ഞ് ഇവർക്കൊരു മെയിൽ അയച്ചപ്പോൾ ഇവർ പറയാണ്, നിങ്ങൾ എടുത്തിരിക്കുന്നത് 6 മന്ത്സ് അല്ല 12 മന്ത്സ് ആണ്. അപ്പം ഞാൻ ടെനൻസി എഗ്രിമെൻറ്റ് അവർക്ക് അയച്ചു കൊടുക്കുന്നു, അവരത് നോക്കിയിട്ട് പറയുന്നു ഇല്ല ഇത് 12 മന്ത് തന്നെയാണ്, ഞങ്ങളവിടെ എക്സ്പയറി നിന്ന് കിടക്കുന്ന കണ്ടോ, അത് 17th October ആണ്,
പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു ഇത് 17th ഒക്ടോബർ എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ, 2025 എന്ന് പറഞ്ഞൊരു ഡേറ്റ് അതിൻ്റെ അകത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഇത് 12 മന്ത്സ് ആണ്, നിങ്ങൾ 12 മന്ത്സ് ഇവിടെ നിൽക്കാതെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് പോവും. ഡെപ്പോസിറ്റ് നമ്മളൊരു 250 പൗണ്ട്സ് അടച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡെപ്പോസിറ്റ് പോവും. അതുപോലെ തന്നെ ഇവരുടെ എന്തൊക്കെയോ ഇൻവെൻട്രി സംഭവങ്ങൾ ചെയ്തതിൻ്റെ ഒരു 150 പൗണ്ട്സ് നമ്മൾ അങ്ങോട്ട് അടയ്ക്കണം. പിന്നെ കുറേ വാറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്, പേപ്പർ വർക്കിൻ്റെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു 900 പൗണ്ടിൻ്റെ ഒരു കണക്ക് എന്നോട് പറഞ്ഞു. മിനിമം 900 പൗണ്ട്. പിന്നെ പുതിയൊരു ടെനൻറ്റ് ഇവിടെ വരുന്നത് വരെയുള്ള പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കണമെന്ന്. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. ഇക്കായോട് ഞാൻ പറഞ്ഞു, ഇക്കാക്കും അങ്ങ് ടെൻഷനായി. നമ്മൾ ഓൾറെഡി വേറൊരു അക്കോമഡേഷൻ കണ്ടു വെച്ചിരിക്കുകയും കൂടിയാണ്, അങ്ങോട്ട് 6 മാസം കഴിയുമ്പോൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സംഭവം എന്നാന്ന് വെച്ചാൽ, ഞാൻ അവരുമായിട്ട് ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിത് സമ്മതിക്കുകയല്ല, ഞാൻ എഴുതുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 6 മന്ത്സ് എഗ്രിമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ അവിടെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്താൽ സമ്മതിക്കുകയല്ല. പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കുക, ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 12 മന്താണ്. അപ്പോൾ എനിക്കൊരു ബുദ്ധി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രീവിയസ്ലി ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത കുറേ ഇമെയിൽ ബാക്കിലുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് അവർ ഒരു ഡെപ്പോസിറ്റ് മേടിക്കുമ്പോൾ നമുക്കൊരു പ്രൂഫായിട്ട് ഒരു ബില്ല് പോലെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തും പറയുന്നുണ്ട് ലെങ്ത് ഓഫ് ടെനൻസി എന്ന് പറഞ്ഞ് 6 മന്ത്സ്. ഇതെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും ഏപ്രിൽ വരെ ഇവിടെ നിൽക്കുകയുള്ളൂ. പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടാം, അല്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. കാര്യം അതെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ബർഡൻ ആവും. ഞാനിവിടെ നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നുമില്ല 6 മന്ത്സിൽ കൂടുതലും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഈ പ്രൂഫ് എല്ലാം കൂടെ ഞാൻ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് തന്നെയാണ്, ഞാനത് സമ്മതിക്കുകയല്ല. ഒക്ടോബർ 2025 എന്ന് പറയുന്നൊരു ഡേറ്റ് അതിൻ്റെ അകത്ത് പറയുന്നേ ഇല്ല. നമ്മുടെ എഗ്രിമെൻറ്റ് ത്രൂ ഔട്ട് ഞാൻ കുത്തിയിരുന്ന് വായിച്ചു, അതിൻ്റെ അകത്ത് പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ കിടന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്ന് രാവിലെ എനിക്ക് അവർ ഒരു മെസ്സേജ് അയച്ചു, ഓക്കെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ 12 മന്ത് എഗ്രിമെൻ്റ് ആണ്. എന്നിട്ട് നമ്മളെ താഴ്ത്തി അവർ പറയത്തുള്ളൂ, നിങ്ങളൊരു 12 മന്ത് എഗ്രിമെൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്, പിന്നെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം, അതുകൊണ്ട് ഞങ്ങൾ 6 മന്ത്സിലോട്ട് അത് മാറ്റി തരാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊരു സോറിയൊക്കെ പറഞ്ഞൊരു മെയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ദിവസം ടെൻഷൻ അടിച്ചെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളൊരു ടെനൻസി എഗ്രിമെൻ്റ് എഴുതുമ്പോൾ അതൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആവട്ടെ, ആരാണെങ്കിലും നമ്മൾ ആ ടെനൻസി എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് വായിച്ചു നോക്കണം. ഞാനെന്താ ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷെയറിങ്ങിൽ റൂം എടുക്കും, 4 പേര് റൂം എടുക്കും, ഒരാളായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നോക്കണത്. എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റുമ്പോൾ ഈ ഒരാൾക്കുടെ മേത്തേക്ക് എടുത്തിടുന്ന സംഭവമുണ്ട്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ 4 പേര് റൂം എടുക്കുകയാണെങ്കിലും 4 പേരും ടെൻഡൻസി എഗ്രിമെൻറ്റ് പക്ക നല്ല രീതിയിൽ വായിച്ചു നോക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് 6 മാസം ഒരു റൂമിൽ നിൽക്കാൻ വേണ്ടി എഗ്രിമെൻ്റ് എഴുതി, 4 മാസം കഴിഞ്ഞപ്പം അവർ ഇറങ്ങാൻ വേണ്ടി റെഡിയായി. അവർ വേറൊരാളെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞ് ഞാനും ഹെൽപ്പ് ചെയ്ത് വേറൊരാളെ കയറ്റി കൊടുത്തു. അങ്ങനെ കയറ്റി കൊടുക്കാൻ പോയപ്പം ഈ ലെറ്റിംഗ് ഏജൻസി പറഞ്ഞു, വേറൊരാളെ കയറ്റാൻ പറ്റൂല, ഈ 2 മാസത്തെ റെൻറ്റ് നിങ്ങൾ തന്നെ അടയ്ക്കണം. അവരുടെ എഗ്രിമെൻറ്റിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ക്ലോസ്. ഓക്കെ, ഇവരവിടെ കിടന്ന് ഊടുമായിട്ട് എൻ്റെ ഫ്രണ്ടിലിട്ട് ആ ഒരുത്തനെ മാത്രം തെറി പറയുക. നീ ഒറ്റ ഒരുത്തൻ കാരണം ഞങ്ങളുടെ 460 വെച്ച് ഞങ്ങൾ ഇനി അടുത്ത 2 മാസം തന്നെ ഉണ്ടായിരുന്നു. ഇത് എല്ലായിടത്തും സംഭവിക്കണായിട്ട്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും നാട്ടിൽ നിന്ന് വിളിച്ചു പറയും, അളിയാ നീ റൂം എടുക്കണം കേട്ടോ, ഈ പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് റൂം എടുക്കും. ലാസ്റ്റ് എല്ലായിടത്തും അടിയാണ്. പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് ബ്രോ. ഇവിടെ പല മലയാളികൾ തന്നെയാണ് മലയാളികളെ പറ്റിക്കണേന്നുള്ള ഒത്തിരി ന്യൂസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. റെൻറ്റ് അഡ്വാൻസ് കൊടുക്കാതിരിക്കുക, അങ്ങനെ ഇങ്ങനെ ഒത്തിരി ന്യൂസുകൾ ഈ അടുത്ത് വന്നു. അപ്പം ഇത്രയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ടെൻഷൻ അടിച്ചതിൻ്റെയും നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആവട്ടെ, നിങ്ങൾ ഇപ്പം UK വരുന്നൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആവട്ടെ, നമ്മൾ ഏതൊരു ടെനൻസി എഗ്രിമെൻറ്റ് ഷോർട്ട് ടേം ആവട്ടെ ലോങ് ടേം ആവട്ടെ എഴുതുമ്പോഴും നമ്മൾ സൈൻ ചെയ്യുന്നതിന് മുന്നേ A to Z നമ്മൾ വായിക്കുക, പറ്റുമെങ്കിൽ ഒരാളെ കാണിക്കുകയും കൂടെ ചെയ്യുക. കാര്യം നമ്മൾ മിസ് ചെയ്ത എന്തെങ്കിലും പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ വേർഷൻ അല്ലാതെ ആ ഒരു വാക്കിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഒരാളെയും കൂടെ കാണിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അവർക്ക് അയക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് നമ്മൾ ആ ലെറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ ആ ലാൻഡ് ലോഡുമായിട്ട് നമ്മൾ സംസാരിച്ച് എന്തെങ്കിലും ചാറ്റോ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സേഫായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പം ഈ പ്രശ്നം അത്യാവശ്യം
എളുപ്പം തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അല്ലെങ്കിൽ വലിയൊരു സമയനഷ്ടവും മണിയും നമുക്ക് ഒത്തിരി നഷ്ടമായേനെ. ഓക്കെ, അപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, മിക്ക ഏജൻസിയും ചെയ്യാത്തൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് തരുന്ന സമയത്തെ ആ വീടിൻ്റെ കണ്ടീഷൻ അവർ ഫോട്ടോ എടുക്കുകയില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറാകുമ്പോൾ അവർ വേറൊരു ഒരു 1.5 കൊല്ലം മുന്നേ ഈ വീട് കിടന്ന അവസ്ഥയിലുള്ള കുറേ ഫോട്ടോസ് ആയിരിക്കും അവർ പിന്നെ നമ്മളെ കാണിച്ചിട്ട് നമ്മളോട് പറയുന്നത്, ഇതായിരുന്നു നിങ്ങൾ കയറിയപ്പോൾ ഉള്ള ഫോട്ടോ, ഇതാണ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഉള്ളത്, അത് കാരണം ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു തരാൻ പറ്റില്ല. ഒത്തിരി നമ്മുടെ ഫ്രണ്ട്സിന് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് നമ്മൾ ആ വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ഫുള്ളൊരു വീഡിയോ, എല്ലാ ഡയമെൻഷനിൽ നിന്നും ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസും നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഇറങ്ങുന്ന ടൈമിലും ഈ പറഞ്ഞ പോലെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അവർക്ക് നമ്മൾ കീ കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോയും വീഡിയോയും നമ്മൾ എടുത്ത് വെക്കുക. നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മൾ ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് മാക്സിമം എല്ലാ ഏജൻസികളാണെങ്കിലും ലാൻഡ് ലോഡുകളാണെങ്കിലും വലിയൊരു എമൗണ്ട് മിക്കവാറും മുഴുവൻ തന്നെ അവർ പിടിച്ചു വെക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാര്യം അതാണ് അവർക്ക് ലാഭം. നമ്മുടെ ഇതിൽ അവർ എഗ്രിമെൻറ്റിൽ എഴുതും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പൊളിച്ചു, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് കേടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ റിപ്പയർ ചെയ്യേണ്ട രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയെന്നുള്ളൊരു ക്ലോസ് അവരിടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഗം കറക്റ്റ് ആക്കാനായിട്ട് എല്ലാ പ്രൂഫും, ലിറ്ററലി എല്ലാ പ്രൂഫും എടുത്ത് വെക്കുക. ഓക്കെ, ഒരു കിച്ചണിൽ ടാപ്പ് ഉൾപ്പെടെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് നാളുകളായിട്ട് നമുക്ക് അനുഭവിച്ച കുറേ പ്രശ്നങ്ങളെല്ലാം ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പം ഇറ്റ്സ് ഭീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.